ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടോഫി വെച്ചിട്ട് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിന്നെ വേറൊരു സർപ്രൈസ് റെസിപ്പിയും കൂടിയുണ്ട്, അത് ഞാൻ അവസാനം പറയാം. യൂട്യൂബിൽ തന്നെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്തൊരു ഡെസേർട്ടാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഓൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡിൻ്റെ ടോഫി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ച മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ടോഫി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് മിൽക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. 2-3 പീസാക്കി ഇട്ട് കൊടുത്താലും നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ടോഫിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് ഞാനിവിടെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വനില എസൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ട്രേയിൽ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം. സ്ക്വയർ ആയിട്ടുള്ള പുഡിംഗ് ട്രേ ആണെങ്കിൽ അതിലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയ ട്രേ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഡിമോൾഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതിന് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റായിട്ടുള്ള പുഡിങ്ങാണിത്. സൈഡിലൊക്കെ വിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഡിമോൾഡ് ആക്കി എടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പിന്നെ നല്ലൊരു സ്ക്വയർ ആയിട്ടുള്ള പുഡിംഗ് ട്രേ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലോട്ട് കാരമൽ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനലാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ സെർവ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു ഡെസേർട്ട് റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പോയി കാണാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.